യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സന്ദേശങ്ങൾ കേൾക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഇസ്രയേലിനെ ദൈവം തിരഞ്ഞെടുത്തത് അതേ ഇസ്രയേലിൽ കൂടെ ലോകത്തിന് ദൈവം കാണിച്ചു കൊടുക്കുന്നു ദൈവം ആരാണെന്നുള്ളത്. പക്ഷെ അവരുടെ മുമ്പാകെ ദൈവം വെച്ചതായ ഉടമ്പടിയിൽ ദൈവം വളരെ വ്യക്തമായി പറയുന്നു, തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, ഇസ്രയേലിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത് ലോ ഉണ്ട്, നിയമമുണ്ട്. രണ്ടാമത് ആരാധന, സാക്രിഫൈസ് ഉണ്ട്. മൂന്നാമതായിട്ട് ചോയ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇസ്രയേൽ ജനത്തിന് തിരഞ്ഞെടുക്കുവാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് അനുഗ്രഹം തിരഞ്ഞെടുക്കാം, അവർക്ക് ശാപം തിരഞ്ഞെടുക്കാം. എന്നാൽ പലപ്പോഴും ശാപം തിരഞ്ഞെടുത്തതായ അനുഭവങ്ങൾ ഇസ്രയേലിന്റെ ജീവിതത്തിലുണ്ട്. ശാപം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ഈ കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് വന്നവരായ ആളുകൾ ദൈവത്തെ ശ്രദ്ധയോടെ കേൾക്കാനോ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ കൂട്ടാക്കാതെ ഇരിക്കുമ്പോൾ അവർ ചൂസ് ചെയ്യുന്നത് ശാപമാണ്. ദൈവം അവരെ ശാപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ തിരുവചനത്തിലൂടെ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് നമ്മൾ അനുസരിക്കാതെ പോയാൽ, ഒരുപക്ഷെ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ആ ശാപം കണ്ടില്ലേലും, അല്ലെങ്കിൽ നമ്മൾ ആ ശാപത്തിലേക്ക് പോയില്ലെങ്കിലും, നമുക്ക് വരാൻ പോകുന്നത് നിത്യമായ നാശമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 നമ്മളോട് പറയുന്നത്, അത് മറ്റൊരു ഉടമ്പടി എന്ന വണ്ണം യോഹന്നാൻ 3:16 നമ്മളോട് പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പോൾ വിശ്വസിക്കാത്ത ഏതൊരു വ്യക്തി നശിച്ചു പോകും, പക്ഷേ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കും. അപ്പോൾ ഈ പഴയ നിയമത്തിൽ പറയുന്നതായ അതേ കാര്യം തന്നെ പുതിയ നിയമത്തിൽ പുതിയ ഒരു സമീപനത്തോടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു. അതേ, നമ്മുടെ മുമ്പിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ എന്താണ് ആഗ്രഹിക്കേണ്ടത്? നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതേ ദൈവത്താലുള്ള അനുഗ്രഹമാണെങ്കിൽ we should hear what the Lord is saying to us. നമ്മളോട് ദൈവം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധയോടുകൂടെ കേൾക്കുവാനും, അതേപോലെ തന്നെ we have to obey. നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തെ അനുസരിക്കുക, ആ കൽപ്പനകളെ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മിലൂടെ ദൈവം ലോകത്തെ അറിയിക്കും എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്നുള്ളത്. നോക്കൂ, ഫറവോനെ കുറിച്ച് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ചിന്തിക്കാറുണ്ട്. ഫറവോൻ ഇസ്രായേൽ ജനത്തെ 400-ലധികം വർഷം അടിമകളാക്കി വെച്ചു. ഈ 400 വർഷത്തോളം വളരെയധികം ക്രൂരമായി ഇസ്രായേൽ ജനത്തെ അതേ ഫറവോൻ ഉപദ്രവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ദൈവം കൊടുത്തതായി പ്രമാണമുള്ള ആളുകൾ, അവർ ഇപ്രകാരമുള്ളതായ അനുഭവത്തിലൂടെയൊക്കെ കടന്നുപോയി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇസ്രായേൽ മക്കൾക്ക് ഈജിപ്ഷ്യൻ എക്സൈൽ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, അവർക്ക് ബാബിലോണിയൻ എക്സൈലും ഉണ്ടായിരുന്നു. ഈ ന്യായപ്രമാണം വാങ്ങിയ ജനമാണ് ബാബേലിൽ പ്രവാസത്തിന് വേണ്ടി കടന്നുപോയത്. നോക്കൂ, അവിടെയും അവർ ഇപ്രകാരമുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. എപ്പോഴാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത്? അവർ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കാതെ, ദൈവത്തെ ശ്രദ്ധിക്കാതെ പോയപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ദ ചോസ്, അവർ തിരഞ്ഞെടുത്തു, അവർ ശാപം തിരഞ്ഞെടുത്തു, അവർ അനുഗ്രഹത്തെ തിരഞ്ഞെടുത്തില്ല. ദൈവമാണ് അവരെ അനുഗ്രഹിക്കുന്നുള്ള കാര്യം അവർ വിട്ടുപോയി. ആ കാര്യത്തിന് ഒരു വലിയ പ്രാധാന്യം കൊടുത്തില്ല. അതേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇസ്രയേലിനെ അനുഗ്രഹിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. അതേപോലെ തന്നെ ഇസ്രയേലിനെ ശപിക്കാൻ കഴിയുന്നതും ദൈവത്തിന് മാത്രമാണ്. നമ്മെ അനുഗ്രഹിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ ഒരു ശാപമാക്കാനും ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷേ ദൈവം നമ്മെ കാരണമില്ലാതെ ശപിക്കത്തില്ല, ദൈവം നമ്മെ കാരണമില്ലാതെ നശിപ്പിക്കില്ല. എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് അവൻ്റെ ശബ്ദം കേട്ട്, അതേ അവൻ പറയുന്നത് കേട്ട്, അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നതിൻ്റെ ആ വാഗ്ദത്തങ്ങൾക്കനുസരിച്ച് നമ്മെ ദൈവം അനുഗ്രഹിപ്പാൻ വിശ്വസ്തനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ആവർത്തന പുസ്തകം 28-ാം അധ്യായമായിരുന്നല്ലോ വായിച്ചത്. അവിടെ നമ്മൾ വായിക്കുന്നതായ അനേകം അനുഗ്രഹങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യത്തെ അനുഗ്രഹം, നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. അതായത് ദൈവത്തിന്റെ ജനത്തെ ദൈവം എല്ലാവരെക്കാളും അനുഗ്രഹിക്കുമെന്നുള്ള ഒരു ശ്രേഷ്ഠമേറിയ വാഗ്ദത്തം. രണ്ടാമത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ
ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കുമെന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഒരു പാട്ട് പോലെ തന്നെ പറയുന്നു, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലിയുടെ പേറും ആടുകളുടെ പുറപ്പും അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുട്ടയും മാവ് പഠിക്കും തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പാകെ തോൽക്കുമാറാക്കും. നോക്കൂ എന്ന് പറഞ്ഞ് അവന്റെ ജീവിതത്തിലുള്ള സമസ്ത മേഖലകളിലും ആ ദൈവത്തിന്റെ അനുഗ്രഹം അവന്റെ മേൽ വന്നിട്ട് അവനിലൂടെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തുന്നു ദൈവം ആരാണ് എന്നുള്ളത്. ഇനി ഫറവോന്റെ വിഷയത്തിൽ നോക്കൂ, ഫറവോനെ ദൈവം അവിടെ നിയോഗിച്ചെന്ന നമുക്ക് കാണാൻ കഴിയുന്നത് എന്തിനു വേണ്ടി? ഒരു കോപപാത്രമായി തീരുവാൻ. കാരണം ഫറവോൻ എന്ത് ചെയ്യുന്നു? അവൻ ഒരിക്കലും ജീവനുള്ള ദൈവത്തെ തിരഞ്ഞെടുക്കുന്നില്ല. അവനറിയാം, ജീവനുള്ള ദൈവത്തെ അറിയാം. ഓരോ ബാധ അയക്കുമ്പോഴും അവന് മനസ്സിലാകുന്നുണ്ട്, മാനസാന്തരപ്പെടുന്നുണ്ട്. അത് ഇസ്രായേലിന്റെ ദൈവമാണ് ജീവനുള്ള ദൈവം എന്നൊക്കെ അവൻ മനസ്സിലാക്കുന്നുണ്ട്. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ദൈവം കാണിച്ച് ഈ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം തന്നെ ശ്രമിച്ചപ്പോൾ ആ ഫറവോൻ ആദ്യമൊക്കെ ഒന്ന് അംഗീകരിച്ചു. എന്നാൽ പിന്നീട് അവൻ മനസ്സ് കഠിനമാക്കി, അത് എൻ്റെ മന്ത്രവാദികൾക്കും ചെയ്യാൻ സാധിക്കും, ഞങ്ങൾക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു അവകാശവാദത്തോടുകൂടെ അതെല്ലാം തള്ളിക്കളഞ്ഞപ്പോൾ പിന്നെയും ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ കഠിനമാക്കിയത്? നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്തിനാണ് ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയത്. അതെ, ഇസ്രായേലിന്റെ ദൈവം ആരാണെന്ന് ലോകം അറിയേണ്ടതിന് വേണ്ടി. നോക്കൂ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇസ്രായേൽ ജനത്തിന്റെ ആ മിസ്രൈമിയ വാസം അത് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു എന്നുള്ളത് ചരിത്രപരമായി സാക്ഷ്യം വഹിച്ചതായ കാര്യമാണ്. അതിലൂടെ എല്ലാം തന്നെ ദൈവം ഈ ഫറവോനെ നശിപ്പിക്കുമ്പോൾ, ഫറവോന്റെ മേൽ ന്യായവിധി നടത്തുമ്പോൾ അതിലൂടെയും ദൈവം ലോകത്തെ അറിയിക്കുന്നു ദൈവം ആരാണെന്നുള്ളത്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. മരുഭൂമിയിൽ അവർ മന്ന ഭക്ഷിച്ചു, അവർ കയ്പ് വെള്ളത്തെ മധുരമാക്കി കുടിപ്പാനിടയായി തീർന്നു. പാറയെ പിളർന്ന് അവർക്ക് വെള്ളം കിട്ടി. അതെ, അവർക്ക് കാടപ്പക്ഷിയുടെ ആ ഇറച്ചി അവർക്ക് ആഹാരമായി ലഭിച്ചു. ഇതെല്ലാം അവർക്ക് ഉള്ളപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അനേകർ ഭൂമി പിളർന്ന് വിഴുങ്ങിപ്പോയതായ അനുഭവങ്ങളുണ്ട്. അനേകർ മരുഭൂമിയിൽ തീക്ക് ഇരയായി പോയവരുണ്ട്. ശിക്ഷയുടെ അനേകമായ ഉദാഹരണങ്ങൾ ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ അവരുടെ ചെരുപ്പ് തേഞ്ഞുപോയില്ല, അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല, അവരിൽ ദീനമായി ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കുന്നവർക്ക് അതൊരു നന്മയും, ദൈവത്തെ നിരസിക്കുന്നവർക്ക് തിന്മയുമായി ഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി ഈ ഇസ്രായേൽ ജനത്തിന്റെ ലീഡർഷിപ്പ് വഹിച്ചതായ മോശ അതേ ദൈവം പറയുന്ന കാര്യം കൃത്യതയോടുകൂടെ ചെയ്യാതിരുന്നത് കൊണ്ട് വാഗ്ദത്ത ദേശം അവന് കാണുവാൻ സാധിച്ചില്ല. അപ്പോൾ നോക്കണേ, ആ ഒരു കാര്യത്തിൽ കൂടെ ദൈവം ലോകത്തെ വെളിപ്പെടുത്തുന്നു ദൈവം ആരാണ് എന്നുള്ളത്. ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തുക. അതെ, ആ കാര്യം തന്നെയാണ് നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തിലും കാണാൻ സാധിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം പറയുന്നു, അതെ ഞാൻ നിന്നെ വിളിക്കുന്നു. അബ്രഹാം ആ ആത്മാവിലുള്ള ദാരിദ്ര്യാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ദൈവം അവനെ വിളിക്കുന്നു. അതേ, ദൈവം അവന് വാഗ്ദത്തങ്ങളെ കൊടുക്കുന്നു. വാഗ്ദത്തം ദൈവം നിറവേറ്റും എന്നുള്ള പൂർണ്ണമായ ആ ദൃഢനിശ്ചയത്താൽ അബ്രഹാം ആഗ്രഹിക്കുന്നു, അത് എന്നിലൂടെ ലോകം മുഴുവൻ അറിയണം ജീവനുള്ള ദൈവത്തെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളും ആഗ്രഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എന്നിലൂടെ ദൈവം ലോകത്തെ അറിയണം. അത് അനുഗ്രഹത്തിലൂടെയാണോ ശാപത്തിലൂടെയാണോ, അത് ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അനുഗ്രഹത്തിലൂടെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അതേ അവൻ്റെ കൽപ്പനകളെ നമ്മൾ അബ്രഹാമിനെ പോലെ അനുസരിക്കണം. അബ്രഹാം എങ്ങനെ ദൈവത്തെ അനുസരിച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ എബ്രായ ലേഖനം 11 അധ്യായം 18 വാക്യം ഇപ്രകാരം വായിക്കുന്നു: വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനുള്ള ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ. അനുസരിച്ച്, ആരെ അനുസരിച്ചു? ദൈവത്തെ അനുസരിച്ച് എവിടേക്ക് പോകുമെന്നറിയാതെ പുറപ്പെട്ടു. ലക്ഷ്യമില്ല, ദൈവം ലക്ഷ്യം പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ ചോദ്യങ്ങൾ അബ്രഹാം ചോദിച്ചില്ല. കാരണം ഇത് വിശ്വാസത്തിന്റെ ഒരു അനുസരണമാണ്. ഇത് വിശ്വാസത്താലുള്ള യാത്രയാണ്. ദൈവത്തെ കേട്ടു, യെസ് ശരി, പക്ഷെ ദൈവത്തോട് ഒന്നാമതോ അല്ലെങ്കിൽ രണ്ടാമതോ ഒരു ചോദ്യം ചോദിക്കുവാൻ അബ്രഹാമിയുടെ മുതിരുന്നില്ല.
മറിച്ച് അവനത് ചോദ്യം ചെയ്യാതെ, നോക്കൂ, അനുസരിച്ച്, ആ വിളിയെ അനുസരിച്ച് എവിടേക്ക് പോകുമെന്നറിയാതെ യാത്ര പുറപ്പെട്ടു. അതിനർത്ഥം അബ്രഹാമിന്റെ വിശ്വാസം അത്ര വലുതായിരുന്നു. ഈ ദൈവത്തിലുള്ള വിശ്വാസം അബ്രഹാമിനുണ്ടായത് ദൈവം എന്തെങ്കിലുമൊക്കെ അബ്രഹാമിനോട് ചെയ്തത് കൊണ്ടല്ല, മറിച്ച് ദൈവം തനിക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. അതേ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കണം. ദൈവം എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്താൽ ഞാൻ അവനെ വിശ്വസിക്കാം എന്ന് പിടിവാശി പിടിക്കുന്നവരോട് ഞാൻ പറയട്ടെ, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് ദൈവത്തെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ചരിത്രത്തിലൂടെയും വിശുദ്ധ വേദപുസ്തകത്തിലൂടെയും അനുഭവത്തിലൂടെയും ദൈവത്തെ മനസ്സിലാക്കി, അതേ എന്തെങ്കിലുമൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിന് മുമ്പ് തന്നെ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് അവ്യക്തമായി അവനെ വിളിക്കുമ്പോൾ പോലും വ്യക്തമായും അബ്രഹാമിന് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത്. നോക്കൂ, ആ വിശ്വാസത്തിൽ തന്നെയാണ് അബ്രഹാം യാത്ര പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അനുസരിച്ച് എവിടേക്ക് പോകുന്നെന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഇതൊക്കെ അവരുടെ ജീവിത അനുഭവത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നോക്കൂ, ഇതെല്ലാം തന്നെ വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഒരു അനുഗ്രഹമാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം അതിനോട് ചേർന്ന് നിൽക്കണം. നമ്മൾ വിശ്വസിക്കണം, ദൈവം എന്നെ ഒരു തിന്മയാക്കുകയല്ല, ദൈവം എന്നെ നശിപ്പിക്കുകയല്ല, ദൈവം എന്നെ ദേശത്ത് അപമാനിക്കുകയല്ല, മറിച്ച് എന്നെ ദേശത്ത് ദൈവം ഉയർത്തുന്നവനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ അബ്രഹാമിനെ പോലെ കഴിയുന്നത്. ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ദൈവവചനത്തിന്റെ മാതൃകകളെ പിന്തുടരേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആകാം എബ്രായ ലേഖനകാരൻ ഈ 11-ാം അധ്യായം ചമച്ചത്. അനേക ആളുകൾ ഇതിനെ വിളിക്കുന്നത് വിശ്വാസവീരന്മാരുടെ മ്യൂസിയം എന്നുള്ളതാണ്. നമുക്ക് ഹനോക്ക് മുതൽ അത് കാണുവാൻ കഴിയുന്നുണ്ട്. അതേ, അനേക വിശ്വാസവീരന്മാർ, അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചത് വിശ്വാസത്താലാണ് എന്നുള്ളത് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ വിശ്വാസത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. പ്രശ്നങ്ങളെല്ലാം വിശ്വസിക്കേണ്ടത്, യാഥാർത്ഥ്യങ്ങളെല്ലാം വിശ്വസിക്കേണ്ടത്. യാഥാർത്ഥ്യങ്ങളുണ്ട് അല്ലേ, നമുക്കറിയാം. യാഥാർത്ഥ്യങ്ങൾ അതൊരിക്കലും നമുക്ക് അവഗണിക്കാനാവാത്തതാണ്. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആ യാഥാർത്ഥ്യങ്ങൾക്ക് കർത്താവായിരിക്കുന്ന, ആ യാഥാർത്ഥ്യങ്ങൾക്ക് ദൈവമായിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ഒരുപക്ഷെ യാഥാർത്ഥ്യം പറയുന്നത് നിങ്ങളുടെ അസുഖത്തെക്കുറിച്ചായിരിക്കാം, അതിൻ്റെ ഭീകരതയെക്കുറിച്ചായിരിക്കാം, അത് നാളുകളിൽ നിങ്ങൾക്ക് എന്ത് വരും എന്നുള്ളതിനെ കുറിച്ചായിരിക്കാം ആ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നത്. പക്ഷെ ആ യാഥാർത്ഥ്യങ്ങളുടെ മീതെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതേ, ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയപ്പോൾ അവരുടെ വലയിൽ അവർക്കൊന്നും നേടുവാൻ കഴിയാതിരുന്നപ്പോൾ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ കടലിൽ ഇന്ന് മീനില്ല, മീൻ ലഭ്യതയില്ല, വല കഴുകി തിരിച്ചു പോകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. അതേ ഉചിതമായ തീരുമാനമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു പറയുന്നു, അതല്ല യാഥാർത്ഥ്യം. അതേ, മത്സ്യത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് പോലും അറിയുന്നതായ സൃഷ്ടാവായ ദൈവം, ആ ദൈവത്താൽ ആ മനുഷ്യ യാഥാർത്ഥ്യങ്ങളെ അതേ നിരാകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതായ ഒരു ദൈവമുണ്ട്. അതെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം യാഥാർത്ഥ്യങ്ങളുണ്ടാകാം. നാളുകളിൽ സംഭവിക്കാൻ പോകുന്നതായ, നിങ്ങളെ ഭയപ്പെടുത്തുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം. അതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ യാഥാർത്ഥ്യങ്ങളുടെ മേൽ അതേ നിയന്ത്രിക്കുന്നതായ ഒരു ദൈവം നിനക്ക് വേണ്ടിയുണ്ട്. അതേ, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്നതായ ഒരു ദൈവമുണ്ട്. നിന്റെ വിഷയങ്ങളിൽ മേൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുന്നതായ ഒരു കർത്താവുണ്ട്. അതേ, ആ ശിഷ്യന്മാർക്ക് എന്താണ് സംഭവിച്ചത്? അവർ വലവീശി, എല്ലായിടത്തും വലവീശി, ഒരു ചെറിയ മീനെ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ അതേ യേശുക്രിസ്തു പറയുന്നു, ഈ പടകിന്റെ വലത് ഭാഗത്ത് വല വീശുവേൻ. അവർ പറയും, കർത്താവേ, മീനൊന്നുമില്ല, ഇന്നലെ ഞങ്ങൾ ധാരാളം അവിടെ വല വീശിയതാ. യാഥാർത്ഥ്യം അതാണ്, യാഥാർത്ഥ്യം അതാണ്. മത്സ്യമില്ല, ഞങ്ങൾക്ക് ധാരാളം അനുഭവ സമ്പത്തുണ്ട്, ഇവിടെ മത്സ്യമില്ല.
പക്ഷേ യേശു പറയുന്നു, അതെ, ഈ പടകിൻ്റെ വലതുവശത്ത് വല വീശുക. അപ്പോൾ അവരെന്താ പറഞ്ഞത്? കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. നിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ വലയിറക്കാം. എന്താ സംഭവിച്ചത്? പെരുത്ത മീൻകൂട്ടം ആ വലയിൽ പ്രവേശിപ്പാനിടയായി തീർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യാഥാർത്ഥ്യങ്ങൾ എന്തുമാകാം, പക്ഷേ കർത്താവിൻ്റെ വാക്കുകൾക്കാണ് ശക്തി. അവനിൽ വിശ്വസിക്കുമ്പോഴാണ് ശക്തിയുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് കർത്താവിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അബ്രഹാമിനെ പോലെ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനിടയായി തീരും. നീ ഒരു അനുഗ്രഹമായി തീരും. സാധാരണയായിട്ട് ഇങ്ങനെ വീടും നാടും ഒക്കെ വിട്ടുപോകുന്ന ആൾക്കാരെ കുറിച്ച് ലോകം എന്താ പറയുന്നത്? അയ്യോ, അവൻ മുടിഞ്ഞു പോയി, ഇനി അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇനി അവനെ കാണാൻ പോലും കഴിയത്തില്ല, വരുമാന മാർഗമില്ല, ഒന്നുമില്ല, ഇവനെങ്ങനെ മുന്നോട്ട് ജീവിക്കും? പക്ഷേ വിളിച്ചവൻ ദൈവമാണെങ്കിൽ, വാഗ്ദത്തം ദൈവത്തിൻ്റെതാണെങ്കിൽ, ദൈവം ആ വിളിയെ പൂർത്തീകരിക്കുകയും അതേപോലെ തന്നെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ ദൈവം വിളിച്ചു എന്നുള്ളത് ശരിയാണ്. അതെ, ആ വിളിയിൽ നിങ്ങളുടെ യാത്രയെയും നിങ്ങളുടെ ഓട്ടത്തെയും പൂർത്തീകരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കാം. അടുത്തതായിട്ട്, അതെ, ദൈവം എന്നോടും നിങ്ങളോടും പറഞ്ഞതായ അനുഗ്രഹങ്ങളെ, വാഗ്ദത്തങ്ങളെ ദൈവം നമ്മളിൽ നിറവേറ്റുന്നതായ കർത്താവാണ്. അതിലേക്ക് പൂർണ്ണമായിട്ടും കർത്താവിൽ വിശ്വസിക്കുവാൻ ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. യാഥാർത്ഥ്യങ്ങൾ പലതും ഉണ്ടാകാം, പക്ഷെ ആ യാഥാർത്ഥ്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയണം. അതേ, കാനായിലെ കല്യാണത്തിന് അവിടെ വീഞ്ഞു തീർന്നുപോയി. ആ സാഹചര്യത്തിൽ യേശുവിൻ്റെ അമ്മ മറിയ പറഞ്ഞതായ കാര്യം എന്താണ്? ഇവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വീഞ്ഞു തീർന്നു പോയതാണ്. മറിയയെ സംബന്ധിച്ചിടത്തോളം അതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിന് മീതെ കവിയുന്നതായ മറ്റൊരു യാഥാർത്ഥ്യം അവിടെ മുമ്പിലുണ്ട്. യേശു ഈ ഭവനത്തിലുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഞാൻ നിങ്ങളോട് പറയട്ടെ, രോഗം എന്തുമാകട്ടെ, ക്ഷീണം എന്തുമാകട്ടെ, സാമ്പത്തിക വിഷയങ്ങൾ എന്തുമാകട്ടെ, അതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ അവയെല്ലാത്തിനേക്കാൾ ഉപരിയായ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് യേശു ആയിരിക്കണം. യേശു ഉണ്ടെങ്കിൽ, അതെ, എന്ത് വലുതായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാലും, എത്ര വലിയ കെടുതികൾ ജീവിതത്തിൽ സംഭവിച്ചാലും, അവയെല്ലാം തന്നെ അനുഗ്രഹമാക്കുവാൻ അവന് സാധിക്കും. അതേ, കൂരിരുൾ എത്ര വ്യാപരിച്ചാലും, എത്രത്തോളം കാർമേഘങ്ങൾ ഉയർന്നു മുങ്ങിയാലും, എത്രത്തോളം ഭീകരമായ അന്തരീക്ഷം ചുറ്റും വ്യാപരിച്ചാലും, അതേ, യേശുവുള്ളതായ വ്യക്തി ഒരിക്കലും കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഇടയാക്കുകയില്ല. അതെ, നിന്റെ തല കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് ജീവിക്കുന്നു. അതെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും ആശ്രയിക്കാനും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അത് പൂർണ്ണമായി വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം ധാരാളമായ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറച്ച്, അതെ, നമ്മിലൂടെ ലോകത്തെ ദൈവം അറിയിക്കും അവൻ ആരാണെന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കുവാൻ ഇന്ന് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ശങ്കിച്ചു പോകാറുണ്ട്, ഞങ്ങളുടെ ജീവിതം വല്ലാതായി തീരുമോ? പലപ്പോഴും ഞങ്ങൾ നിരാശപ്പെട്ടു പോകാറുണ്ട്, മുന്നോട്ട് പോയാൽ എങ്ങനെയാകും എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, യാഥാർത്ഥ്യങ്ങൾ എന്തുമായിരിക്കാം, പക്ഷെ ആ യാഥാർത്ഥ്യങ്ങൾക്ക് മീതെ ഒരു യാഥാർത്ഥ്യമായി ഉന്നതനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കാൻ കഴിയുന്നതായ ഒരു ദൈവമുണ്ട് എന്നുള്ളതായ ആ വലിയ വിശ്വാസത്തിൽ ആയിരിക്കാൻ ഞങ്ങളെല്ലാവരും നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ വചനം കേൾക്കുന്ന ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളുമായി പങ്കിടുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.